ആന്റണി, എന്തിനാ അച്ഛനെ അറസ്റ്റ് ചെയ്തത്? എനിക്കറിഞ്ഞുകൂടാ. അറിയാം, തനിക്കറിയാം. പറ. ഇവിടുത്തെ കാര്യമൊന്നും കുഞ്ഞിനോട് പറയരുന്ന അനന്തേട്ടൻ പറഞ്ഞിരിക്കുന്നത്. താൻ പറയില്ലല്ലേ? പറയണോ? എന്തിനാ അച്ഛനെ അറസ്റ്റ് ചെയ്തത്? ആരാ അതിന്റെ പുറകിൽ? എനിക്കത് അറിയണം. പറയാതെ ഞാൻ തന്നെ വിടില്ല. അതെ ആന്റണി, സ്വന്തം മോനല്ലേ ചോദിക്കുന്നത്. ഞാൻ പറയാം. കുഞ്ഞിന് അറിയാമോന്നറിയില്ല, കുറച്ചു കാലമായി അനന്തേട്ടനും ചേക്കുടി പ്രദേശം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. ചെറിയാന്റെയും മാത്യുവിന്റെയും അപ്പച്ചൻ മരിച്ചതുകൊണ്ട് തുടങ്ങിയത്. അവർ തമ്മിലുണ്ടായിരുന്ന പല ബിസിനസ് പാർട്ണർഷിപ്പും വേണ്ടെന്ന് വെച്ചു. കള്ളക്കടത്തിൽ മറ്റും അനന്തേട്ടനുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞതും അവർക്ക് വൈരാഗ്യം ഉണ്ടാക്കി തീർത്തു. അവർക്കതൊക്കെ തനിയെ കൊണ്ടു നടക്കാനുള്ള കഴിവുമില്ല. ഒരിക്കൽ അനന്തേട്ടൻ അവരെ കാണാൻ ചെന്നു. ഞാൻ അവസാനമായി പറയാം, നിങ്ങളുടെ അപ്പൻ എൻ്റെ സുഹൃത്തായിരുന്നു. പല ബിസിനസ്സിലും ഞങ്ങൾ പങ്കുകാരും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു 10-20 വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. അവൻ മരിച്ചു. ഇപ്പോ നിങ്ങളോട് ഒത്തുപോകാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. വൈരാഗ്യം തീർക്കാൻ നിങ്ങൾ പലതും ചെയ്തു. ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഒന്നുമില്ലേലും രണ്ടിനെ ഈ ചുമലിൽ ചുമന്ന് നടന്നിട്ടുള്ളതാണല്ലോ. പക്ഷേ എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. നിങ്ങൾക്ക് ആവശ്യം പോലെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെ ആകാമല്ലോ ഷോപ്പിംഗ് കോംപ്ലക്സും ഹോട്ടലും ഒക്കെ. ആന്റണിയെ വെറുതെ ഉപദ്രവിക്കാതിരിക്കെ. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ മണിമാളികയോ പാട്ടക്കക്കസോ പണിയും. അത് ഞങ്ങളുടെ ഇഷ്ടം. എന്റെ അപ്പം പാവമായിരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും റാം മോള് കേൾക്കുമായിരുന്നു. അത് താൻ മുതലെടുത്തു. തനിക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടായി. മകള് പരീക്ഷ കഴിഞ്ഞവരും പ്രാക്ടീസ് ചെയ്യാൻ ഹോസ്പിറ്റൽ, സ്കൂൾ മാനേജ്മെന്റ്, അങ്ങനെ എന്തെല്ലാം. ഞാൻ അന്തസ്സായിട്ട് പുറത്തിനെ പറയാൻ എന്തുകൊണ്ട്? നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടോ അതിനുള്ളതുണ്ട്. പിന്നെ നിന്റെ അപ്പനെ ഞാൻ മുതലെടുത്തോ ഇല്ലയോ എന്ന് അത് നിന്നെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ആവശ്യമില്ല. മനസ്സിലായോ? അതിനുശേഷം പലപ്പോഴും പല സ്ഥലത്ത് വെച്ചും അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആഭ്യന്തരമന്ത്രി ശേഖരൻ അനന്തേട്ടന്റെ ഉറ്റ സുഹൃത്താകൊണ്ടായിരിക്കണം നേരിട്ടൊരു ബലപ്രയോഗത്തിന് അവർ തയ്യാറാവത്. ഇതിനിടയ്ക്ക് അവരുടെ സ്ഥലത്തിരുന്ന എന്റെ കമ്പനി പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞ് അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അനന്തേട്ടനായിരുന്നു ആകെ എനിക്കൊരു ധൈര്യം. പെട്ടെന്നാണ് സംഭവമാകെ തിരിഞ്ഞു മറിഞ്ഞത്. ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെക്കും എന്നൊരു ശ്രുതി പരന്നു. അത് അവർക്കൊരു ധൈര്യമായി. ഏതോ കാര്യത്തിന് അനന്തേട്ടനും മന്ത്രിയും കൂടി ബാംഗ്ലൂർക്ക് പോയപ്പോ ചേക്കുടി മാത്യുവും ചെറിയാനും എന്നെ കാണാമെന്ന്. ഈ കമ്പനി പൂട്ടിയാൽ എന്റെ കുടുംബവും ഇവിടുത്തെ ജോലിക്കാരും പട്ടിണിയായി പോകും. അപ്പൊ നീ ഒഴിയില്ലല്ലേടാ? അനന്തേട്ടൻ എന്നോട് ഒഴിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്തനാണോ ഞങ്ങളുടെ സ്ഥലത്ത് ഒഴിയണ തീരുമാനിക്കുന്നേ? അനന്തേട്ടൻ പറയാതെ ഞാൻ ഇവിടുന്ന് ഒഴിയില്ല. നീ ഒഴിയില്ലടാ. മൂന്ന് ദിവസം സമയം തരിക. അതിനുള്ളിൽ ഇവിടുന്ന് കമ്പനി പൊളിച്ച് മാറ്റിയില്ല നിന്റെ കയ്യും കാലും തല്ലി ഓടി. പോകാം. നിന്നെ ഒരു തല്ലിയല്ലേ? നീ വാ. മാത്യു, അറിയാനേ ആരാടാ അവനെ തല്ലിയത്? എടാ ആരാണ് തല്ലിയെന്ന്? ആരാടാ നിന്നെ തല്ലിയേ? ഞാനാ തല്ലിയത്. തിരിച്ചില്ലടാ, തിരിച്ചില്ലടാ. തല്ലാനാ പറഞ്ഞില്ല, ഞാൻ നിന്നെ തല്ലും. എന്നെ കൊണ്ട് പറ്റില്ല. നാണമില്ലേടാ നിനക്ക്? തല്ലിയവനെ തിരിച്ചെല്ലാം വയ്യെങ്കിൽ പോയി തൂക്കിച്ചാവ്. പോ. നിനക്കൊക്കെ അറിയാമോടാ അവൻ ആരാണെന്ന്? അവന്റെ അപ്പൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നിന്റെയൊക്കെ അപ്പനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അയാളെ കസ്റ്റംസുകാർ പട്ടിയെ പോലെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. ആ കടപ്പാട് തീർക്കാൻ അന്ന് അയാൾ കെട്ടിക്കൊടുത്ത കമ്പനിയാണ്
നന്ദിയുള്ള മക്കളിൽ നിന്ന് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. എടാ, സ്ഥലത്തിന് പൈസ വേണമെങ്കിൽ പറഞ്ഞോ, അല്ലാതെ അവനെ ഇവിടുന്ന് ഒഴിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? അതെ, അങ്ങനെ അവനെ അവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവിടെ മണിമാളിക പണിയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇനിയും നിങ്ങൾ അവനെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ സംഗതി വഷളാവും. താൻ ആരെയാണോ ഭീഷണിപ്പെടുത്തിട്ട് പോന്നേ? താൻ ആരാവുക? ഒരു ആഭ്യന്തരമന്ത്രി പോകലുണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ നേളിക്കരുത്. താൻ നേരത്തെ ഒരുത്തനെ കൊണ്ട് വന്നല്ലോ എന്നെ തല്ലാൻ. എന്നെ തല്ലിയ ജീവിട്ടിൽ വന്നാലേ പോകാൻ തോന്നുന്നുണ്ടോ? താൻ നിരങ്ങും. കുട്ടികാലത്ത് എനിക്ക് എഴേണ്ടി വരും. മനസ്സിലാകണോ കിഴവോ എനിക്ക്? എന്നെ മുട്ടുവല്ലേ ഓടിക്കടാ താഴെ. ആ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെച്ചു. പുതിയ ആഭ്യന്തരമന്ത്രി ചേക്കുടിക്കാരുടെ ബന്ധുക്കാരൻ അബ്രഹാം വർക്കിയുടെ പാർട്ടിക്കാരനും സ്വന്തം ആളുമാണ്. 2 ദിവസം മുമ്പ് രാവിലെ അനന്തേട്ടന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു അനന്തേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ കേട്ട പാടെ ഓടി. ഉണ്ടാക്കരുത്. അവരവരുടെ കടമ പിടിച്ചോണ്ട് പോണോനെ. ആ ജയിപ്പിക്കാറ് എന്നെ കരുതി നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. ആ കയറ് കേറാൻ. ഞങ്ങളാവുന്നത് ശ്രമിച്ചു നോക്കി തടയാൻ. അവസാനം 2 വണ്ടി നിറയെ റിസർവ് പോലീസ് വന്നു.
അവരാളുകളെ മുഴുവൻ വിരട്ടി ഓടിച്ചു. വണ്ടികളൊക്കെ മാറ്റി. പിന്നെ അനന്തേട്ടനെ കൊണ്ടുപോയത്.